എന്റെ എന്തൊരു ചൂടായത്. ചൂട് അകത്ത് ഇരിക്കാനും വയ്യല്ലോ. നേരം വെളുത്തപ്പോ പോയ കറണ്ടാ. കറണ്ട് ബില്ല് അടച്ചില്ലല്ലോ. പിറ്റേ ദിവസം വന്ന് അവന്മാരും ഫീസ് വരും. അല്ല അവന്മാർക്ക് എന്തോ ആവാമല്ലോ. ആശാല അടുപ്പിന് സാധിക്കാം. അയ്യോ എവിടെ സാധിച്ചു? അയ്യോ എന്റെ പെണ്ണിനെ സാധിച്ച കാര്യമല്ല, കറണ്ട് പോയതിന്റെ കാര്യമാ പറഞ്ഞത്. നിങ്ങൾ ഈ വിളക്കൊക്കെ തുറന്ന് വെക്ക, അവരിപ്പോ എത്തും. ആര്? ഓ സിദ്ധന്മാര്. സിദ്ധന്മാരോ? നിങ്ങൾ ഈ ചേപ്പാടന്മാരെന്ന് കേട്ടിട്ടുണ്ടോ? എന്റെ ദൈവമേ ഫേമസാ. അവരൊരു പൂജ നടത്തിയ നമ്മുടെ മനസ്സ് വിചാരിക്കുന്ന കാര്യം നടക്കും. അച്ചട്ടാ ഈ അച്ചപ്പമായാലും അരിമുറക്കായാലും തക്കട തരികട പരിപാടിയൊന്നും ഈ വീട്ടിൽ നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. മനുഷ്യൻ വിശ്വസിക്കണം, വിശ്വസിച്ചേ പറ്റൂ. കേരളിന്റെ സ്ഥലം വളർന്നപ്പോഴേ മഞ്ഞക്കുത്തി നമ്മുടെ അടുക്കളയിൽ വീഴേണ്ടതാ. ഈ സിദ്ധന്മാരെ കൊണ്ട് ഞാനൊരു മൂട്ടയ്ക്കകത്ത് പൂജ ചെയ്ത് മുട്ട കൊണ്ടുവന്ന അങ്ങേരെ രമണിയുടെ അടുക്കളയെ കൊണ്ടിട്ട് മഞ്ഞക്കുത്തി ഇപ്പൊ അവക്കളെ അടുക്കളയെ കിടക്കുക. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടോ? ഞാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ പോട്ടെ, എന്തോ കാര്യം സാധിക്കാനാണ് ഇപ്പൊ ഈ വീട്ടിൽ പൂജ നടത്തുന്നത്? കാര്യമുണ്ട്, ഞാൻ പറയാം. നമ്മുടെ മോനെ ബോംബെയിലെ ഒരു ഹിന്ദിക്കാരിയായിട്ട് മുടിഞ്ഞ പ്രമാണം നിങ്ങൾക്കറിയാമോ? അത് പൊളിഞ്ഞ് പണ്ടോരടങ്ങാനാ ഞാൻ പൂജ. മഹാഭാവി, നീ പ്രേമിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്തോ അടി നിനക്ക് കുഴപ്പം? മനുഷ്യ, എനിക്ക് ഹിന്ദി അറിയാമോ? മലയാളം പോലെ നിനക്ക് നേരെ അതാ പറഞ്ഞേ. അവളെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നാലേ അവള് ഹിന്ദി ചീത്ത പറഞ്ഞാ എനിക്കറിയാമോ? അതുകൊണ്ട് ഇത് പൊളിഞ്ഞ് പണ്ടോരടങ്ങാൻ വേണ്ടി ഞാൻ പോവാ. സ്വാമി സിദ്ധന്മാരുന്നില്ല. അവർ കാല് തൊട്ട് തൊഴുവാഞ്ഞേ. എന്റെ പെരുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. അയ്യോ എന്റെ ദൈവമേ, അതൊരു സ്പെഷ്യൽ പൂജ ഞാൻ നടത്തുന്നുണ്ട്. എന്റെ ദൈവമേ, ഞാൻ അവർക്ക് കാപ്പി കൊടുക്കട്ടെ. കാപ്പി കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും അനാവശ്യം പറയരുത്. പറഞ്ഞിട്ടുള്ളവരുടെയൊക്കെ നാക്ക് താന്നു പോയിട്ടുണ്ട്. പിന്നെ നാക്കങ്ങ് താന്നു പോവൂല്ലേ? കള്ളസിദ്ധന്മാര് പറഞ്ഞ നാക്കങ്ങ് താന്നു പോകാൻ പോവാ. അല്ലെങ്കിൽ പോന്നെങ്കിൽ അങ്ങ് പോകട്ടെ. ആശ്വാസം. ഈ നശിച്ച കറണ്ട് ഇന്നൊന്ന് വരുമെന്ന് തോന്നുന്നു. ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. നമ്മുടെ തീറ്റി കണ്ടില്ല മോനെ, രണ്ടെണ്ണം കൊണ്ട് വെട്ടി വിഴുങ്ങുക. എന്തോ മനുഷ്യ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ വന്നവന്മാര് എന്തെങ്കിലും ഉടായ്പ കാണിച്ച് എന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടാനാ പാവമെങ്കില് 3 എണ്ണത്തിന് ഞാൻ കൊന്നുകളയും. അവർ 2 പേരല്ലേ ഉള്ളൂ. നിന്റെ കാര്യം കൂടെ ചേർത്താ പറഞ്ഞത്. പുഞ്ചിരി ക്ലബിലെ അത്തപ്പൂക്കള മത്സരത്തിന് ഈ പടത്തിനില്ലേ ഫസ്റ്റ് കിട്ടിയത്?
ഇരിക്കാൻ. ഇരിക്കത്തില്ല അല്ലേ? ഇരിക്കാൻ ഇരിക്കാൻ. ആ കമ്പളിച്ചെന്റെ പുറത്താണ് കാര്യം. എനിക്ക് വിശ്വാസമാണല്ലേ, എനിക്ക് വിശ്വാസമാണ്, എനിക്ക് വിശ്വാസമാണ്. കച്ചുവട്ടുണ്ടായിരുന്നു, ഇപ്പഴാണ് ഞാൻ പോയി ഫീസ് കുത്തിയത്. എനിക്കെന്തിനാ പൈസ? 2 ജീവൻ രക്ഷിച്ചതിന്. ഒന്നും മനസ്സിലായി. നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ദൈവമേ. ഭഗവാനേ.